അപ്രം തിരുമേനി കത്തോലിക്ക സഭയിലേക്ക് പോകുമോ? ഇല്ല, കേട്ടടിച്ചാൽ പോകില്ല. ഇനി പോകാനും പറ്റില്ലെന്നാണ് കേൾക്കുന്നത്. തിരുമേനി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. പക്ഷേ അതിൽ സഭാ ഭരണഘടനയെ വിമർശിക്കുകയും പള്ളിപിടുത്തവുമെന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് പറഞ്ഞതായിരിക്കും. കേസുകളില്ലാതെ വ്യവഹാരരഹിത സഭയായി അടിയും വഴക്കുകളൊന്നുമില്ലാതെ ഇരുസഭകളും സമാധാനത്തോടെ സന്തോഷത്തോടെ രണ്ടായി തന്നെ പോകുന്നതാണ് നല്ലതെന്ന് മാത്രമേ തിരുമേനി ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ പോകണമെന്ന് തിരുമേനി ആഗ്രഹിച്ചു. അതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ തിരുമേനി അല്പം കടന്നു ചിന്തിക്കുകയും പറയുകയും ചെയ്തു. അതിനാണ് അടിയന്തര സുന്നകദോസ് വിളിച്ചു കൂട്ടി ശിക്ഷിച്ചത്. തിരുമേനിക്ക് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരുന്ന ചുമതലകളുടെ അധികഭാരം കൊണ്ട് കൂടുതൽ ദൈവവചനം പറയുവാനും ധ്യാനിക്കുവാനും കഴിയാതെ വരുന്ന സ്ഥിതിക്ക് കൂടുതൽ ദൈവത്തെ വിളിക്കുവാനുള്ള അവസരം മലങ്കര സഭ നൽകിയെന്ന് ചിന്തിച്ചാൽ മതി. ഇതുവരെ സഭ നൽകിയ സ്ഥാനങ്ങളിലും ചുമതലകളിലും ഇരുന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ കുറ്റങ്ങളും കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയും ധ്യാനവുമൊക്കെയായി ആശ്രമത്തിൽ കഴിയാം. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായ അഭിപ്രായങ്ങൾ പലതും മാറ്റേണ്ടി വരും. അത് മെത്രാനായാലും വൈദികനായാലും വിശ്വാസിയായാലും ഒരുപോലെയാണ്. സഭാംഗങ്ങളെയും പുരോഹിതവർഗത്തെയും വെട്ടിലാക്കുന്ന പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പൗലോസ് ദ്വിതീയൻ ബാവ ഒരിക്കൽ പറഞ്ഞത്, നമുക്ക് ശത്രുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവരാണ്, അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. ഇത് ഒരുപക്ഷെ അപ്രം തിരുമേനിയെ കണ്ടുകൊണ്ടാണോ പറഞ്ഞതെന്ന് ഇപ്പോൾ തോന്നുന്നു. സുന്നകദോസ് കൈക്കൊണ്ട നടപടിയിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ 1934 ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഒരു വിശ്വാസികൾക്കും മനസ്സിലാക്കാം. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. കുഴപ്പങ്ങളിൽ ചെന്ന് പാടുന്ന മെത്രാന്മാരും വൈദികരും മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളായിട്ടുള്ളത് 1934 ഭരണഘടനയുള്ളത് കൊണ്ടാണ്. ആ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാതെ മലങ്കര സഭ നിങ്ങളെ കാത്തുകൊള്ളും. അപ്രം തിരുമേനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ സൈബർ അറ്റാക്ക് നടക്കുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും തിരുമേനി പ്രതികരിക്കില്ല. തിരുമേനിക്ക് പറയാനുള്ളത് ദൈവത്തോട് മാത്രമാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്.